യാത്രയിൽ വിരുദ്ധ സൗഹൃദം. ഗോശ്രീ കൊടുങ്ങല്ലൂർ കാക്കനാട് യാത്രക്കാരുടെ കൂട്ടായ്മ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപക വെഡ്ഡിംഗ്സ്, നോർത്ത് പറവൂർ. ഗോശ്രീ കൊടുങ്ങല്ലൂർ കാക്കനാട് സർവീസിലെ സ്ഥിരം യാത്രക്കാരുടെ കൂട്ടായ്മ ക്രിസ്തുമസും പുതുവത്സരവും സൗഹൃദത്തിന്റെയും മാനവ സ്നേഹത്തിന്റെയും ഉത്സവമായി മാറ്റി. ദിവസേനയുള്ള യാത്രക്കിടയിൽ രൂപം കൊണ്ട ബന്ധങ്ങൾ വർഷങ്ങളായി ഒരു കുടുംബത്തിന്റെ ഐക്യമായി വളർന്ന് ഈ കൂട്ടായ്മയിൽ വീണ്ടും തെളിഞ്ഞു. ഓണം, വിഷു, ക്രിസ്മസ് തുടങ്ങി വിശേഷ ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടുന്നത് പതിവാണ് ഗോശ്രീ യാത്രക്കാരുടേത്. ഇത്തവണത്തെ ആഘോഷം കേക്ക് കട്ടിംഗ്, പരസ്പരം സമ്മാനങ്ങൾ കൈമാറ്റം, പാട്ടും നൃത്തവും, ഒരുമിച്ചിരുന്ന് പങ്കിട്ട ഭക്ഷണം എന്നിവയോടെ സന്തോഷത്തിന്റെ നിറവിലായി. യാത്രക്കാരെന്ന തിരിച്ചറിവിനപ്പുറം ഓരോ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അവർ ആഘോഷ നിമിഷങ്ങൾ പങ്കിട്ടു. ആഘോഷങ്ങൾക്കപ്പുറം സാമൂഹിക, സാംസ്കാരിക, ചാരിറ്റി പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന ഈ കൂട്ടായ്മ യാത്രയെ വെറും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴിയല്ല, മനുഷ്യബന്ധങ്ങളുടെ ഉത്സവമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, എടവനക്കാട്. ഗോശ്രീ കൊടുങ്ങല്ലൂർ നിന്നുള്ള 550 കാക്കനാട് സർവീസിലെ യാത്രക്കാരാണ് ഇവിടെ കൂടിയേക്കുന്നത്. വർഷങ്ങളായിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഗോശ്രീ സർവീസുകളിൽ എല്ലാത്തിലും ഇങ്ങനെയുള്ള പരിപാടികൾ, നമ്മളുടെ വിശേഷ ദിവസങ്ങളിലെ പരിപാടികളെല്ലാം ഭംഗിയായിട്ട് വളരെ ആഘോഷിക്കാറുണ്ട്. ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം, വിഷു, പെരുന്നാൾ അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്ന ഒരു സർവീസാണത്. അതുകൂടാതെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വൺ ഡേ ട്രിപ്പുകളും, ആളുകൾക്ക് വിനോദത്തിന് ഉതകുന്ന രീതിയിലുള്ള വൺ ഡേ ട്രിപ്പുകളും ചെറിയ രീതിയിലുള്ള ചാരിറ്റികളും ഇതിൻ്റെ ഭാഗമാണ്. ഇന്നിപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് ന്യൂ ഇയർ, ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിലാണ്. എല്ലാ യാത്രക്കാരും വളരെ ഹാപ്പിയാണ്. നമ്മൾ മറ്റുള്ള ആളുകൾക്ക്, യാത്രക്കാർക്കും ജീവനക്കാർക്കും മാതൃകാപരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഗോശ്രീ സർവീസിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. യാത്രക്കാരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അതുകൂടാതെ നമ്മളിവിടെ ഈ സോഷ്യൽ വർക്കുകളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഗോശ്രീ സർവീസിൽ ചെയ്യുന്നുണ്ട്. പല ആളുകളും നമ്മളോട് ഇതിനെപ്പറ്റി പലതും അന്വേഷിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പലരും പല കാര്യങ്ങളും നമ്മളോട് സംശയങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാറുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. ഞങ്ങൾ പല വീടുകളിൽ നിന്ന് പല വിഷമത്തോടു കൂടിയും വന്ന് ഞങ്ങളുടെ ബസ്സിൽ കയറുമ്പോൾ ഞങ്ങൾ അതിൽ ആ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ നല്ലൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു ബസ്സാണ് കാക്കനാട് കൊടുങ്ങല്ലൂർ KSRTC. അപ്പം എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഞങ്ങൾ കുറച്ച് സമയമാണെങ്കിലും ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ചാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ പേര് സരിത, മെട്രോയുടെ കോർപ്പറേറ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അധികം നാളായിട്ടില്ല ബസ്സിൽ കയറിയിട്ടെന്ന് തോന്നുന്നത്. എന്നാലും ഇടയ്ക്കൊക്കെ കയറുമായിരുന്നു. ഞാൻ ആരുമായിട്ടും മിണ്ടുമായിരുന്നില്ല, അതുകൊണ്ട് എനിക്കാരും അറിയില്ലായിരുന്നു. ഞാൻ നടുക്കായിട്ട് ഇരിക്കുള്ളായിരുന്നു, അതുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഇപ്പോഴാണ് എല്ലാവരോടും സംസാരിച്ചൊക്കെ തുടങ്ങിയത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിപ്പോ. ആ ഒരു ഷിഫ്റ്റ് മാറുമ്പോ തന്നെ എനിക്ക് വിഷമമാണ്. കാലത്ത് എല്ലാരെയും കാണാൻ പറ്റില്ലല്ലോ. ഒരു ലീവ് എടുത്തപ്പോൾ ഞാൻ ഓഫീസ് ഒന്നും ആരെയും കണ്ടില്ല. ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇടായിരുന്നു ഞാൻ ഇന്ന് ലീവാണ്. അപ്പൊ ഞാൻ വിചാരിക്കും, ഞാൻ അങ്ങനെ ഇട്ടേക്ക് ഇവരെന്ത് വിചാരിക്കും, ആരോടെങ്കിലും കൊടുക്കണം, ആർക്കെങ്കിലും കൊടുക്കണ ഒരു ക്ലൂ ആണെന്ന് വിചാരിച്ചെങ്കിൽ അന്നോർത്തന്നെ ഞാനത് ഇടില്ല. ഞാൻ അവർക്ക് എന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയായിരുന്നു ഞാൻ ഇന്ന് ലീവാണെന്ന്.